കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ വചനങ്ങളിൽ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തെ കണ്ടിട്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഇവനിങ്ങനെ അന്ധനായി തീരാൻ ഇവനാണോ ഇവൻ്റെ മാതാപിതാക്കളാണോ പാപം ചെയ്തത്? യേശു അവിടെ ഒരു മറുപടി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവൻ്റെ മേൽ വെളിപ്പെടുവാനാണ് ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ഇവനായിരിക്കുന്നത്. എന്നിട്ട് യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ആ മനുഷ്യൻ്റെ കണ്ണിൽ പുരട്ടി ശീലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് തൻ്റെ കണ്ണുകളെ ആ മനുഷ്യൻ കഴുകിയാറെ അത്ഭുതകരമായ കാഴ്ച അദ്ദേഹത്തിന് ലഭിച്ചു. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി, എന്താണ് ഇതിൻ്റെ കാരണം, ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് ചെയ്തതാണോ, ഞാനിങ്ങനെ ആയി തീരാൻ തക്കവിധം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശാപമുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്വയം ഉണ്ടാകാറുണ്ട്. അതുകൂടാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഇങ്ങനെയുള്ള ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. എന്നാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രവചനദൂത് ദൈവാത്മാവ് നൽകുമ്പോൾ വളരെ ശക്തമായൊരു വചന വെളിപ്പാടിൻ്റെ ഉള്ളടരുകളിലേക്കാണ് കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയത്. അത് നിങ്ങൾക്ക് പങ്കുവെക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും പ്രധാന നിയോഗം. അത് കേട്ടിട്ട് പ്രാർത്ഥിക്കുക, ദൈവപ്രവൃത്തി ഉണ്ടാകും. ഇന്ന് ഞാൻ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ തുറക്കാത്തതും നിങ്ങൾ ഇന്ന് വരെ കാണാത്തതുമായ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വാഴ്ത്തപ്പെട്ടവനായ എൻ്റെ കർത്താവായ യേശു വെളിപ്പെടുത്തി തരും. ഒരു മനുഷ്യൻ എന്താണ് കാണുന്നത് എന്നതിനേക്കാൾ അവൻ എങ്ങനെയാണ് കാണുന്നതെന്നാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ദിശയെ നിശ്ചയിക്കുന്നത്. നമുക്കൊരു കാര്യത്തെ 2 രീതിയിൽ വിലയിരുത്താം. ഒന്ന്, അത് ഏറ്റവും കൂടുതൽ ദുസ്സഹമായ സാഹചര്യത്തിലാണ് എന്നുള്ള നിലയിൽ. രണ്ടാമത്, എനിക്ക് ഏറ്റവും അനുകൂലമായൊരു സാധ്യത അതിലുണ്ട് എന്ന നിലയിൽ. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ കാഴ്ചയെ നിർണ്ണയിക്കുന്നത്. കണ്ണിന് കാഴ്ച മാത്രം പോരാ, ഉള്ളിനൊരു കാഴ്ചപ്പാട് കൂടെ വേണം. കണ്ണും കാഴ്ചപ്പാടും ഒത്തുചേരുന്നിടത്താണ് ദർശനം ജനിക്കുന്നത്, അത്ഭുതങ്ങൾ നാം കണ്ടെത്തുന്നത്. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ ജന്മനാ കുരുടനായിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ കേവലം ഒരു വ്യക്തി മാത്രമായിട്ടല്ല ബൈബിളിൻ്റെ ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അയാൾ മനുഷ്യരാശിയുടെ മുഴുവൻ പ്രതീകമാണ്. അവൻ്റെ കണ്ണുകളിൽ വെളിച്ചമില്ലാതായിരുന്നുവെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രശ്നം മനുഷ്യ ചരിത്രത്തിനുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ആത്മീകമായൊരു കാഴ്ചയുടെ നഷ്ടം മാനവ സമൂഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ അന്ധനായിരുന്നിട്ട് കൂടെയും അന്ധതയുടെ കാരണം എന്താണ് എന്ന് ശിഷ്യന്മാരും സമൂഹവും അന്വേഷിക്കുന്നത്. അവൻ അന്ധനാണെങ്കിൽ അവനെ കൈപിടിച്ച് നടത്തുവാനോ ആ മനുഷ്യൻ്റെ അന്ധത മാറ്റുവാനുള്ളൊരു അത്ഭുതം അയാൾ കുരുക്കുവാനോ അല്ല ആരും തയ്യാറായത്. അതിൻ്റെ കാരണങ്ങളുടെ പിന്നാലെ പോയി. നിങ്ങൾ ദാരിദ്ര്യത്തിലാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പട്ടമണിഞ്ഞിരിക്കാനല്ല, അതിൻ്റെ കാര്യകാരണങ്ങൾ തിരയാനല്ല, അതിൽ നിന്നും പുറത്തു വരാനുള്ള വഴിയാണ് ഇന്ന് രാവിലെ കർത്താവ് നിങ്ങൾക്ക് തുറക്കുന്നത്. നിങ്ങൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോൽവിയെക്കുറിച്ച് പഠിക്കാനല്ല, നിങ്ങളുടെ പതനങ്ങളുടെ എണ്ണമെടുത്ത് നിരാശിതരായിരിക്കാനല്ല, അടുത്ത വിജയത്തിലേക്ക് കുതിക്കുവാനാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് ദൈവവചനത്തിൻ്റെ ഓരോ താളുകൾ ഇങ്ങനെ മറിക്കുമ്പോഴും ഈ പ്രസ്തുത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വെളിപ്പാടുകൾ കാണാൻ കഴിയുന്നുണ്ട്. വേഗം അതിലേക്കൊന്ന് പോയി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഉൽപ്പത്തി 1-ാം അധ്യായം തുറക്കുമ്പോൾ തന്നെ നാം ഒരു വലിയ സത്യം അവിടെ കാണുന്നുണ്ട്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു നഗരത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടല്ല, ബൈബിൾ ആരംഭിക്കുന്നത് ഒരു സാമ്രാജ്യത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടല്ല, ബൈബിൾ ആരംഭിക്കുന്നത് ഒരു മനുഷ്യനിൽ നിന്നുമല്ല, അത് ആരംഭിക്കുന്നത് ഇരുട്ടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇരുട്ട് എന്ന് പറയുന്നത് വെറും ഒരു വെളിച്ചമില്ലായ്മയല്ല. പലരുടെയും ജീവിതം ആരംഭിച്ചിരിക്കുന്നത്, പലരുടെയും സാഹചര്യങ്ങളുടെ തുടക്കം പരിശോധിക്കുമ്പോൾ പലരും പുറമേ കാണുന്നത് അന്ന് അവരുടെ സഹായത്താൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒത്തുചേരാൻ പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയോ വ്യക്തമായി കാണേണ്ടതായ ഇരുട്ടിനെ കാണാതെ പോകുന്നതാണ് അന്ധതയും തകർച്ചയും ജീവിതത്തിൽ തുടരുന്നതിൻ്റെ കാരണം. നമുക്ക് ദൈവവചനം നൽകുന്നൊരു ഉൾക്കാഴ്ച ഇന്ന് രാവിലെ പ്രാപിക്കാം. ഇരുട്ട് എന്ന് പറയുന്നത് വെറും ഒരു വെളിച്ചമില്ലായ്മയല്ല, അത് ദിശയില്ലായ്മയാണ്, ജീവിതത്തിലെ അർത്ഥമില്ലായ്മയാണ്, സ്വന്തം ജീവിതത്തിലെ സാധ്യതകൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലായ്മയല്ല, ദർശനമില്ലായ്മയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അന്ധത കണ്ണിൻ്റെ അന്ധതയല്ല, പ്രതീക്ഷകളുടെ അന്ധതയാണ്. അതിനാലാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ബൈബിളിൽ ദൈവത്തിൻ്റെ ഫസ്റ്റ് കമാൻഡായി നമുക്ക് കാണാൻ കഴിയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ളതായ ഒരു വാക്കാണ്. ഇന്ന് രാവിലെ അന്ധമായി കിടക്കുന്ന, ഉത്തരങ്ങൾ കാണാൻ കഴിയാതെ, സാഹചര്യങ്ങൾക്കകത്തൊരു വിടുതൽ കാണാൻ കഴിയാതെ കിടക്കുന്ന ഏതൊരു ജീവിത അവസ്ഥയെയും നോക്കിക്കൊണ്ട് ഈ വചനത്തെ നിങ്ങൾ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ, വിജയമുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ, പുരോഗതി ഉണ്ടാകട്ടെ, വളർച്ച ഉണ്ടാകട്ടെ, വിശാലത ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. നേരെ മറിച്ച് ഇത് പറയേണ്ടതിന് പകരം സാഹചര്യത്തിൻ്റെ അകത്തെ ഇപ്പോഴത്തെ ദുസ്സഹാവസ്ഥയെ കുറിച്ച് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും വെളിച്ചം വരാൻ പോകുന്നില്ല. ഇരുട്ടവിടെ ആധിപത്യം പിടിച്ചുകൊണ്ടേ നിൽക്കും. നമുക്ക് ഇരുട്ടിൻ്റെ കാര്യമല്ല തിരക്കേണ്ടത്. ഏത് ശാപത്താൽ ഇത് വന്നു, ഏത് ആഭിചാരത്താൽ ഇത് വന്നു, ആര് ചെയ്ത ദ്രോഹത്താൽ ഇത് വന്നു, ഇതിൻ്റെ കണക്ക് കാര്യങ്ങളോ ഇതിൻ്റെ ജാതകം എഴുതാനോ അല്ല ഇന്ന് രാവിലെ നമുക്ക് മെനക്കെടേണ്ടത്. നാം തയ്യാറാകേണ്ടത് വെളിച്ചം സൃഷ്ടിക്കാനാണ്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നപ്പോൾ, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവപിതാവിൻ്റെ മക്കളായി ഇന്ന് രാവിലെ നമുക്കും വെളിച്ചത്തെക്കുറിച്ച് സംസാരിക്കാം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയാം. എന്തുകൊണ്ട് ഇവൻ അന്ധനായി എന്ന് ചോദിച്ച ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നിൽക്കാതെ അന്ധതയുടെ അവസ്ഥ മാറ്റി അവൻ്റെ കണ്ണിനെ തുറന്ന യേശുവിനെ പോലെ നമുക്ക് പ്രതികരിക്കാം. നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ഇന്ന് രാവിലെ വാഴുന്ന എല്ലാ ഇരുട്ടുകളുടെയും കാരണങ്ങൾ തിരയാതെ ഒരു വെളിച്ചത്തെ അവിടേക്ക് വിളിച്ചു വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിലെ ബിസിനസ് ഇല്ലായ്മയെ നോക്കി വിഷമിച്ചിരിക്കാതെ, നിന്റെ ശത്രുക്കളുടെ പേര് വെച്ച് അതിൻ്റെ ദുരന്തങ്ങളുടെ ആക്കത്തിന് വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കാതെ, ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സ്ഥാപനങ്ങളുടെ നിങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ വ്യാപാര സംവിധാനത്തിൻ്റെ അകത്ത് അനുഗ്രഹങ്ങൾ വരട്ടെ എന്ന് വിളിക്കുക. ഒരു വെളിച്ചം അവിടേക്ക് കയറി വരും. ആമേൻ. ദൈവം ആദ്യമേ പറഞ്ഞ പ്രഖ്യാപനം വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. ശ്രദ്ധിക്കുക, ദൈവം ആദ്യം മലകൾ സൃഷ്ടിച്ചില്ല, ദൈവം ആദ്യം നദികൾ സൃഷ്ടിച്ചില്ല, ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചില്ല. അവിടുന്ന് ആദ്യം വെളിച്ചം സൃഷ്ടിച്ചു. കാരണം വെളിച്ചമില്ലാതെ മറ്റൊന്നിനും അർത്ഥമില്ല. ഹല്ലേലൂയ. വെളിച്ചമില്ല എങ്കിൽ മറ്റൊന്നുകൊണ്ടും പ്രയോജനമില്ല. ഒരു റൂമിലെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു, കരണ്ട് പോയാൽ എന്ത് ചെയ്യും? പ്രകാശമില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തെല്ലാം ഒരുക്കപ്പെട്ട് വെച്ചെന്ന് പറഞ്ഞാലും പ്രകാശമയമായെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ, ആസ്വദിക്കാനും അനുഭവിക്കുവാനും അവകാശപ്പെടുത്താനും കഴിയുകയുള്ളൂ. ഇന്ന് രാവിലെ ജീവിതത്തിൻ്റെ അകത്ത് വെളിച്ചം വരട്ടെ, സാഹചര്യങ്ങൾക്കകത്ത് വെളിച്ചം വരട്ടെ, ശുശ്രൂഷയുടെ അകത്ത് വെളിച്ചം വരട്ടെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അകത്ത് വെളിച്ചം വരട്ടെ. കണ്ണടയ്ക്കുമ്പോൾ കൂരിട്ട് കാണാനല്ല ദൈവം നിന്നെ വിളിച്ചത്. കണ്ണടയ്ക്കുമ്പോൾ ദാർശനിക തലങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടിനാൽ ആത്മമണ്ഡലത്തിലെ രഹസ്യങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു ഹൃദയദൃഷ്ടി പ്രകാശിച്ച മനുഷ്യനായി തീരാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. അകക്കണ്ണുകൾ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ദൈവം പ്രകാശത്തെ ആദ്യമായി സൃഷ്ടിച്ചു. ഇവിടെയാണ് യോഹന്നാൻ 9 വിത്ത് ഉൽപ്പത്തിയിൽ നട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്മനാ കുരുടനായ മനുഷ്യന്റെ പ്രശ്നം കണ്ണിന്റെ പ്രശ്നം മാത്രമല്ല, ഉൽപ്പത്തി മുതൽ മനുഷ്യരാശിയെ പിന്തുടരുന്നിരുന്ന ഇരുട്ടിന്റെ പ്രശ്നമാണ് നമ്മളിവിടെ കാണുന്നത്. ആദാമിൻ്റെ വീഴ്ച മുതൽ നാം നോക്കുമ്പോൾ അവൻ കാഴ്ച നഷ്ടപ്പെട്ട ആദ്യ മനുഷ്യനായി ദൈവസന്നിധി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദാം പാപം ചെയ്തപ്പോൾ അവൻ ശാരീരികമായിട്ട് അന്ധനായില്ല, പക്ഷെ അവൻ ദൈവത്തെ കാണുന്ന കാഴ്ച നഷ്ടപ്പെടുത്തി. ആമേൻ. ആദാമിന് ഡയറക്റ്റ്ലി ദൈവത്തെ കാണാമായിരുന്നു. അന്ന് മുതൽ അയാൾ പാപത്തിൽ വീണ ആ സാഹചര്യം മുതൽ, ഉടമ്പടിയിലെ ആദ്യ മനുഷ്യൻ തൻ്റെ ഉടമ്പടിക്കകത്ത് വിഘ്നം വരുത്തിയത് മുതൽ അവൻ്റെ കൺമുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവിക പ്രവൃത്തികളെ കാണാൻ കഴിയാതെ അവൻ അന്ധനായി പോയി. ആമേൻ. ഹല്ലേലൂയ. ആദാമിന് പറ്റിപ്പോയ അന്ധത അവന് ദൈവത്തെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവനായിപ്പോയെന്നുള്ളതാണ്. മുമ്പ് അവൻ ദൈവത്തോടു കൂടെ നടന്നിരുന്നു, ഇപ്പോൾ അവൻ ഒളിക്കാൻ തുടങ്ങി. ആമേൻ. മുൻപ് അവൻ സൃഷ്ടിയെ നിയന്ത്രിച്ചവനാണ്,
സകല ജീവജാലങ്ങൾക്കും പേരിട്ടവനായിരുന്നു ആദാം. ഇപ്പോൾ അവൻ ഭയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവൻ ലജ്ജയ്ക്ക് വിധേയനായിരിക്കുകയാണ്. മുമ്പ് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിരുന്നു, ഇപ്പോൾ കുറ്റപ്പെടുത്തലുകളുടെ ശബ്ദമാണ് അയാൾ കേൾക്കുന്നത്. പാപമാദ്യം മനുഷ്യൻ്റെ കണ്ണുകളെ അടച്ചില്ല, പകരം അവൻ്റെ ആത്മിക ദർശനത്തെ മൂടിക്കളഞ്ഞു. എന്താണ് സിൻ നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത്? അത് നമ്മുടെ കണ്ണിനെ അന്ധമാക്കുന്നില്ല, അത് നമ്മുടെ ആത്മിക ദർശനത്തെയാണ് മൂടിക്കളയുന്നത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നീ ദൈവകൃപയിൽ നിന്ന് ഒരുപാട് കാലം പുറകോട്ട് പോവുകയാണ്. നിൻ്റെ സ്പിരിച്വൽ വിഷനുകൾ നിനക്ക് അടഞ്ഞു പോവുകയാണ്. ദൈവം നിനക്ക് നൽകിയ ദർശനത്തിൻ്റെ അകത്ത് മൂടൽമഞ്ഞുകൾ കയറുകയാണ്. ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയാതെ, നന്മകൾ കാണാൻ കഴിയാതെ, ദർശന തലങ്ങൾക്ക് മീതെ കയറിക്കിടക്കുന്ന എല്ലാ മൂടാപ്പുകളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൻ്റെ അകത്തൊരു വെളിച്ചമുണ്ടാകട്ടെ. നീ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്തൊരു വെട്ടം വരട്ടെ. നിന്റെ തലമുറയ്ക്കകത്തു വ്യാപരിക്കുന്ന കൂരിരുട്ടിനെ മാറ്റുന്ന ഒരു സൂര്യ തേജസ്സായി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മാറട്ടെ. ഇന്നും ലോകത്തിൽ പലരും ഇതേ അവസ്ഥയിലാണ്. ഡിഗ്രിയുണ്ട്, പണമുണ്ട്, ബന്ധങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, പക്ഷെ ദിശയില്ല. അവർക്ക് കാണാൻ കഴിയുന്നു, പക്ഷേ അവർ കാണുന്നില്ല. അവർക്കെല്ലാ സംവിധാനങ്ങളുമുണ്ട്, പക്ഷേ എവിടെ എത്തണമെന്ന് അവർക്കറിയില്ല. ഏതും പഠിക്കാൻ അവർക്ക് കാശുണ്ട്, എങ്ങോട്ട് തിരിയാനും അവർക്ക് സാഹചര്യങ്ങളുണ്ട്, പക്ഷേ എങ്ങോട്ടേക്ക് പോകണമെന്നറിയില്ല. ഈ +2 റിസൾട്ട് വന്നു കഴിഞ്ഞ് എന്തിലേക്ക് തിരിയണമെന്നറിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന അനേക തലമുറകളുമായി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ദർശനത്തെ കണ്ടെത്താൻ കർത്താവിന് കൃപയാൽ ഞാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അവരുടെ കൂട്ടുകാർ പോകുന്ന പുറകെ പോവുകയാണ്. പലരും അവരുടെ വീട്ടുകാർ പറഞ്ഞ വഴിയെ പോവുകയാണ്. പലരും ടീച്ചേഴ്സ് ഇതാ പറഞ്ഞതെന്നും പറഞ്ഞു പോവുകയാണ്. പക്ഷേ എങ്ങോട്ട്, എന്തിനെ, ഏത് വഴിയെ തിരിയണം? ദൈവിക ദർശന പ്രകാരം ഒരു ഭാവി കണ്ടെത്തുന്ന ആ വലിയ പദ്ധതിയിൽ നിന്ന് അനേകർ പുറകോട്ട് പോയിരിക്കുകയാണ്. ദൈവിക ഉടമ്പടിയിലെ അടുത്ത മനുഷ്യനായ നോഹയുടെ കാലം വരുമ്പോൾ ഇരുട്ടൊരു സംസ്കാരമായി മാറുകയാണ്. ആദാമിൻ്റെ കാലത്ത് അതൊരു ഇൻസിഡൻ്റ് ആയിരുന്നെങ്കിൽ നോഹയുടെ കാലം എത്തിയപ്പോഴേക്കും അതൊരു കൾച്ചറായി മാറി. നോഹയുടെ കാലത്ത് മനുഷ്യർ സാങ്കേതികമായി പിന്നോക്കമായിരുന്നില്ല. അവർ നഗരങ്ങളുണ്ടാക്കി, അവർ കുടുംബങ്ങളുണ്ടാക്കി, അവർ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. പക്ഷേ അവർ ദൈവത്തിലുള്ള ദിശയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു സമൂഹത്തിന് ആദ്യം സമ്പത്തല്ല നഷ്ടപ്പെടുന്നത്, ഒരു കുടുംബത്തിന് ആദ്യം പണമല്ല നഷ്ടപ്പെടുന്നത്, ഒരു കുടുംബത്തിന് ആദ്യം സൽപ്പേരല്ല നഷ്ടപ്പെടുന്നത്. ഒരു ഫാമിലിക്ക്, ഒരു ദേശത്തിന്, ഒരു ചർച്ചിന്, ഒരു മിനിസ്ട്രിക്ക്, ഒരു ദൈവ മനുഷ്യന്, ഒരു ആത്മീയന്, ഒരു ദേശത്തിന് ആദ്യം നഷ്ടപ്പെടുന്നത് ദർശനമാണ്. റോമൻ സാമ്രാജ്യം അങ്ങനെ നശിച്ചതാണ് നമുക്കറിയാം. അനേക സംസ്കാരങ്ങൾ അങ്ങനെയാണ് നശിച്ചത്. ഒരു മനുഷ്യൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതാകുമ്പോൾ അവൻ്റെ വേഗത അവനെ രക്ഷിക്കില്ല. അവൻ്റെ വേഗതയിൽ അവൻ പെട്ടെന്ന് അപകടത്തിലേക്ക് ചാടുകയുള്ളൂ. ദിശയറിയാത്ത യാത്ര പെട്ടെന്ന് അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി താഴ്ത്തും. എന്നാൽ ഡയറക്ഷൻ നിനക്കറിയാമോ, എത്തേണ്ട ഇടം നിനക്കറിയാമോ, മന്ദഗതിയിലാണ് യാത്രയെങ്കിലും കിരീടം ചൂടും. ഇത് വലിയൊരു ആത്മിക മർമ്മമാണ്. ഓടിപ്പിടിച്ച് എന്ന് എടുത്തു ചാടി പ്രശ്നങ്ങളിൽ വീഴുന്നതിനേക്കാൾ ദിശ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരാൾക്ക് ദൈവകൃപയാൽ കൃത്യമായ തൻ്റെ ഡെസ്റ്റിനിയിൽ എത്താൻ കഴിയും. അബ്രഹാമിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ അദ്ദേഹം ദാർശനികമായൊരു വിപ്ലവത്തെ കൊണ്ടുവന്ന ദൈവമനുഷ്യനാണ്. കേവലം ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു എന്നുള്ളതല്ല. അയാൾക്ക് മകൻ പിറക്കുന്നതിന് മുൻപ്, അബ്രഹാം ഒരു പൈതലിൻ്റെ അപ്പനാകുന്നതിന് മുൻപ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദർശനത്തെ കണക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടായി. അതാണ് ആ ദൈവമനുഷ്യനെ ആത്മിക വാഗ്ദത്തങ്ങൾ പിടിക്കാൻ തക്കവിധം 100-ാം വയസ്സിലും പ്രാപ്തനാക്കിയത്. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ, നീ ദേശം വിട്ടുപോവുക. ഭൂമിശാസ്ത്രപരമായൊരു യാത്ര മാത്രമായിരുന്നില്ല അതൊരു കാഴ്ചപ്പാടിൻ്റെ യാത്രയായിരുന്നു. അബ്രഹാം ആദ്യം ഒരു ദേശം കണ്ടില്ല, പക്ഷെ അവനൊരു വാഗ്ദാനം കണ്ടു. ആമേൻ. എവിടെയാണ് വിശ്വാസം ആരംഭിക്കുന്നത്? വിശ്വാസമില്ലാത്തപ്പോഴും, കാഴ്ചകളില്ലാത്തപ്പോഴും, കേൾവികളില്ലാത്തപ്പോഴും ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവിധം ഒരു മനുഷ്യനൊന്ന് മനസ്സ് വെക്കുമ്പോൾ വിശ്വാസം ജനിക്കുകയാണ്. ആമേൻ. എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്നൊരിടത്ത്
വാഗ്ദത്തം ഒരുവൻ്റെ കാതിൽ കേട്ടുകഴിഞ്ഞാൽ വിശ്വാസം അവിടെ ജനിക്കുകയാണ്. വിശ്വാസമില്ലാത്തവൻ യാഥാർത്ഥ്യങ്ങളെ മാത്രം കാണും, വിശ്വാസമുള്ളവൻ സാധ്യതകളെ കാണും. അതുകൊണ്ടാണ് ചരിത്രത്തിലെ വലിയ മാറ്റങ്ങൾക്ക് ആദ്യം ദൈവം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദിയാക്കുന്നത്. ഒരു സാമ്രാജ്യം ജനിക്കുന്നതിന് മുമ്പ് ഒരു ദർശനമാണ് ജനിക്കുന്നത്. ഒരു ശുശ്രൂഷ ജനിക്കുന്നതിന് മുമ്പ് ഒരു വെളിപ്പാടാണ് ജനിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്ക് മറക്കരുത്. ഒരു വലിയ മിനിസ്ട്രി ഡെവലപ്പ് ആകുന്നതിന് മുമ്പ്, ഒരു വലിയ ശുശ്രൂഷകൻ പുറത്തു വരുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ്റെ മേലൊരു വെളിപ്പാടാണ് തുറന്നു വരുന്നത്. അതിൽ നിന്നാണ് ലോകത്തെ പിടിച്ചു കുലുക്കുന്ന അതിശക്തമായൊരു ദൈവപ്രവൃത്തിയുടെ മിനിസ്ട്രി പുറത്തേക്ക് വരുന്നത്. ഒരത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷ ജനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ 9 വഴിയുടെ കാലഗണനകളെ ഒന്ന് അളന്നു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, യോശുവ, ദാവീദ്, പ്രവാചക കാലഘട്ടങ്ങൾ എല്ലാവരും ഒരേ കാര്യത്തിനായി കാത്തിരുന്നു. വെളിച്ചം വരണം, വെളിച്ചം വരണം. ഒരു ദിവസം അവർ കാത്തിരുന്നത് സംഭവിച്ചു. ഒരു ദിവസം ബേത്ലഹേമിൽ ഒരു ശിശു ജനിച്ചു. യോഹന്നാൻ പിന്നീട് അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതി: അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹോ, ഹല്ലേലൂയ. ഇപ്പോൾ നോക്കുക, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന, നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം അതൊരു നിർണായക നിമിഷത്തിലേക്ക് എത്തുകയാണ്. ഉൽപ്പത്തി മുതൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ വെളിച്ചം യോഹന്നാൻ 9 ഒരു കുരുടൻ്റെ മുൻപിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. ഓ, ഹല്ലേലൂയ. കുരുടൻ യേശുവിനെ കണ്ടില്ല, പക്ഷെ യേശു അവനെ കണ്ടു. ഇതാണ് കൃപയുടെ രഹസ്യം. നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അന്വേഷിക്കുന്നു. നാം ദൈവത്തെ കാണുന്നതിന് മുമ്പ് അവൻ നമ്മെ കാണുന്നു. നാം ദൈവത്തെ വിളിക്കുന്നതിന് മുമ്പ് അവൻ നമ്മുടെ പേര് വിളിക്കുന്നു, അവൻ നമ്മുടെ പേരറിയുന്നു. ഇവിടെയാണ് യോഹന്നാൻ 9 യാഥാർത്ഥ്യമായ സംഭവങ്ങൾ ആരംഭിക്കുന്നത്. ഇതൊരു കുരുടൻ്റെ കണ്ണു തുറന്ന കഥ മാത്രമല്ല, ചരിത്രം മാത്രമല്ല, ദൈവം മനുഷ്യനെ കണ്ടെത്തിയ അത്ഭുതകരമായൊരു ചരിത്ര സംഭവമാണ്. ഹല്ലേലൂയ. എനിക്കിത് ഡെവലപ്പാക്കി കർത്താവ് എൻ്റെ കയ്യിൽ നൽകിയിരിക്കുന്ന ഒരു വലിയ മെസ്സേജായിട്ടാണ്. ഇതെനിക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങളുമായി ശുശ്രൂഷിക്കാനാണ് താല്പര്യം. ഞാനിത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. കണ്ണുകളുടെ കാഴ്ചയല്ല കേവലം സംഭവിക്കേണ്ടത്, അതിനതീതമായി ദർശനങ്ങളാണ് ഉദയം ചെയ്യേണ്ടത്, വെളിപ്പാടുകളാണ് പിറവിയെടുക്കേണ്ടത്. നഗ്നനേത്രങ്ങൾക്കതീതമായി ആത്മനേത്രങ്ങൾ ഇന്ന് രാവിലെ തുറക്കപ്പെടട്ടെ. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള കമാൻഡിൽ നിൻ്റെ ജീവ സാഹചര്യത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾക്കായിട്ട് ഇന്ന് രാവിലെ തയ്യാറാകുക. കൽപ്പിച്ചു തുടങ്ങുക, പറഞ്ഞു തുടങ്ങുക. അവസ്ഥകൾക്ക് മാറ്റമില്ലേ, വെളിച്ചം വരട്ടെ എന്ന് പറയുക. ജീവിത പങ്കാളിയുടെ സ്വഭാവം മാറുന്നില്ലേ, അദ്ദേഹത്തിൽ വെളിച്ചം വരട്ടെ എന്ന് പറയുക. നിങ്ങളുടെ അകാരണമായി പിണങ്ങിയിരിക്കുന്ന ശത്രുവിൻ്റെ മനസ്സിൽ വെളിച്ചം വരട്ടെ എന്ന് പറയുക. നിങ്ങൾക്ക് തരാനുള്ള നന്മകൾ കൈപ്പറ്റിയിട്ട് തരത്തില്ലെന്ന് പറയുന്ന മർക്കടമുഷ്ടിയുമായിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ യേശുവിലുള്ളതായ സഹാനുഭൂതിയുടെ വെളിച്ചം വരട്ടെ എന്ന് പറയുക. തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരുന്നാൽ ഒരിക്കലും കിട്ടില്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുക. ഇരുട്ട് കയറിക്കിടന്നിടത്ത് ഏദൻ പിറക്കുന്ന കാഴ്ച കാണാം. ഉൽപ്പത്തി മുതൽ നമ്മളതാണ് കാണുന്നത്. ഇരുട്ട് വ്യാപിക്കപ്പെട്ടിടത്ത് ഏദൻ വെളിപ്പെടുന്ന കാഴ്ച കാണാം. ദൈവത്തിൻ്റെ മക്കളെ, യോഹന്നാൻ 9 ഒരു കുരുടൻ വഴിയിലിരിക്കുന്നു. ജീവൻ്റെ വെളിച്ചം ആ വഴിയിലൂടെ നടന്നു വന്നു. ആ ദിവസം യെരൂശലേമിൻ്റെ പൊടി പിടിച്ച വഴിയരികിൽ ഒരു മനുഷ്യൻ യാചകനായി ഇരുന്നിരുന്നു. അവൻ്റെ കണ്ണുകളിൽ രാത്രിയായിരുന്നു. അവൻ്റെ ജനനത്തിൽ തന്നെ ഇരുട്ട് അവൻ്റെ കണ്ണിൽ ഒപ്പുവെച്ചിരുന്നു. വർഷങ്ങളായുള്ള കറുത്ത മഴ അവൻ്റെ ആത്മാവിലിങ്ങനെ ഇടതടവില്ലാതെ വീണ് കടന്നിരുന്നു. ജനക്കൂട്ടങ്ങൾ അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, നിയമങ്ങൾ അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, വിശുദ്ധിയുടെ പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിച്ചവരും അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. പക്ഷേ ആരും അവന് വേണ്ടി ഒരു മാത്ര പോലും നിന്നില്ല. കാരണം മനുഷ്യൻ സാധാരണയായി അത്ഭുതങ്ങളെ തിരിച്ചറിയുന്നില്ല, അവർ മുറിവുകളെ മാത്രമേ കാണൂ. അപ്പോൾ ഒരു ശബ്ദം ഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത് പോലെ ഒരാൾ വന്നു. ബേത്ലഹേമിൻ്റെ രാവിനെ പ്രകാശധന്യമാക്കിയ ഉദയസൂര്യൻ. ഹല്ലേലൂയ. രക്ഷകനായ യേശുവേ എന്നാണ് ലോകം അവനെ വിളിച്ചത്. അവൻ മാത്രം കുരുടൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒന്നും കാണാത്തവനെ പോലെ കടന്നു കളയാതെ അവൻ്റെ മുമ്പിൽ വന്നു, അവൻ്റെ മുമ്പിൽ ഇരുന്നു. യേശുവിൻ്റെ കാൽച്ചുവടുകൾ എവിടെയും വെറുതെ നടന്നിട്ടില്ല. കാലത്തിൻ്റെ മേൽ ആധിപത്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പാദം എവിടെയും വന്നിട്ടുള്ളത്. യേശു വെറുതെ സംസാരിച്ചില്ല.
അവൻ വായ് തുറന്നപ്പോഴൊക്കെയും ഉൽപ്പത്തിയുടെ ആദ്യ പ്രഭാതമാണ് പിന്നെയും മുഴങ്ങിയത്. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ളതായ സൃഷ്ടാവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രതിമുഴക്കങ്ങളായിരുന്നു അവൻ്റെ അധരം തുറന്നപ്പോഴൊക്കെയും സംഭവിച്ചത്. കാറ്റും കടലും അടങ്ങിയപ്പോൾ ഉൽപ്പത്തിയിലെ സൃഷ്ടാവിൻ്റെ ശബ്ദമായിരുന്നു കടലും കാറ്റും കേട്ടത്. അവൻ കുരുടനെ വന്ന് വെറുതെ നോക്കിയില്ല. വഴിയരികിലെ കുരുടൻ്റെ മേൽ ആധിപത്യം പുലർത്തിയ ഇരുട്ടിൻ്റെ സിംഹാസനത്തെ അവൻ തുറിച്ചു നോക്കി. ആ നോട്ടത്തിൽ നൂറ്റാണ്ടുകളുടെ രാത്രികൾ വിറച്ചു. കാരണം മണ്ണിൽ നിന്ന് ആദാമനെ ഉയർത്തിയ കൈകൾ വീണ്ടും മണ്ണിനെ സ്പർശിച്ചിരിക്കുകയാണ്. ആ നോട്ടത്തിന് മുമ്പിൽ ഇരുട്ടിന് പടിയിറങ്ങേണ്ടതായിട്ട് വന്നു. മണ്ണ് ഒരു മാറ്റത്തിനായി അവിടെ കിടന്ന് സ്പന്ദിക്കുവാൻ തുടങ്ങി. ഓ ഭൂമിയെ, നിൻ്റെ പൊടിയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. ഹേ ഇരുട്ടേ, നീ വർഷങ്ങളായ ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ കെട്ടി ഉയർത്തി വെച്ചിരുന്ന നിൻ്റെ രാജ്യം ഇന്നത് പൊട്ടിക്കപ്പെടാൻ പോവുകയാണ്. രാജാതിരാജൻ നിൻ്റെ അതിർത്തിക്കകത്ത് കടന്നിരിക്കുകയാണ്. അവൻ മണ്ണിനെ എടുത്തു, സൃഷ്ടിയുടെ ഓർമ്മയെ അവൻ എടുത്തു, അവനതിനെ സ്പർശിച്ചു. അനന്തകാലത്തെ യേശുവിൻ്റെ കരം സ്പർശിച്ചു. വെളിച്ചം രാത്രിയെ ക്രിസ്തുവിലൂടെ സ്പർശിച്ചു. സൃഷ്ടാപിത തൻ്റെ സൃഷ്ടിയെ സ്പർശിക്കുന്നു. അപ്പോൾ ചരിത്രമൊന്ന് ശ്വാസം പിടിച്ചു നിന്നു. ദൂതന്മാർ നിശബ്ദരായി. ഇരുട്ട് പുറകോട്ട് മാറി. കാരണം ഒരു കുരുടൻ്റെ കണ്ണുകൾ മാത്രമല്ല, മനുഷ്യരാശിയുടെ ഏതൻ മുതൽ നഷ്ടപ്പെട്ട പ്രത്യാശ വീണ്ടും തുറക്കപ്പെടുകയായിരുന്നു. യേശു അവൻ രോഗങ്ങളുടെ ശത്രുവും കേവല രോഗസൗഖ്യങ്ങളുടെ പരിഹാരകനും മാത്രമല്ല, വിധികളുടെ ചങ്ങല പൊട്ടിക്കുന്നവനാണ്. ക്രൂരശാപത്താൽ ഗതികേട് വന്നുപോയെന്ന് പറഞ്ഞ് സമൂഹം പെരുവഴിയിൽ നാണയത്തൊട്ടുകൾ എറിഞ്ഞുകൊടുത്ത് പിച്ചച്ചട്ടിയുമായി ഇരുത്തിയിരിക്കുന്നവൻ്റെ വിധിയെയും ഗതികേടിനെയും പൊട്ടിച്ചു കളയുന്നവനാണ് ഈ പെരുവഴിയിലൂടെ ഇപ്പോൾ നടന്നു വന്ന കുരുടൻ്റെ മുമ്പിലിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അവൻ്റെ സന്ദർശന സമയമാണ്. യേശു കേവലം സൗഖ്യത്തിൻ്റെ ദാതാവ് മാത്രമല്ല, നഷ്ടപ്പെട്ട മഹത്വത്തിൻ്റെ അവകാശം മനുഷ്യന് വീണ്ടും കൈമാറുന്ന രാജാവ്. ഹല്ലേലൂയ. യേശു അവിടുന്ന് വെളിച്ചം കേവലം കൊണ്ടുവന്നില്ല. ഒരു മെഴുകുതിരി വെട്ടമോ ഒരു ടോർച്ച് ലൈറ്റോ അല്ല യേശു അവന് കൊടുത്തിട്ട് പോയത്. അവനിൽ വെളിച്ചം തന്നെ മനുഷ്യരൂപം ധരിച്ചു വന്നിരുന്നു. അവൻ തൊട്ടപ്പോൾ ആ കണ്ണുകൾ കാലമത്രയും കാണാത്ത മഹാകാഴ്ചകൾക്ക് വേണ്ടി വെളിച്ചം ധരിച്ച് വികസിച്ചു തുറന്നു. യേശു ഇരുട്ടിനോട് വാദപ്രതിവാദത്തിന് നിന്നില്ല. എന്തിനാൽ നീ ഇവനെ പിടിച്ചുവെന്നൊന്നും ചോദിച്ചില്ല. കാരണം യേശു കാലടി വെച്ച ഇടങ്ങളിലെല്ലാം ഇരുട്ട് മൗനം പാലിക്കുകയായിരുന്നു. ഇരുട്ടിന് ഒരിക്കലും ഈ യേശുവിനോട് യുദ്ധം ചെയ്യാൻ ശക്തിയില്ലായിരുന്നു. യേശു കുരുടൻ്റെ അടുത്ത് വന്നു നിന്നു. ഇരുട്ടുരുകുവാൻ തുടങ്ങി. ഇരുട്ട് വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ്റെ കണ്ണിലെ അന്ധതകൾ ഉരുകുവാൻ തുടങ്ങി. യേശു സംസാരിച്ചു. ആ സംസാരത്തിൽ കാലമത്രയും അവൻ്റെ ജീവിതത്തെ പിടിച്ചു വച്ചിരുന്ന വിധി പൊട്ടിമാറി. യേശു അവനെ സ്പർശിച്ചു. സൃഷ്ടി വീണ്ടും പൂത്തൊലിയുന്നു. ആദാമിനെ മെനഞ്ഞ വിരലുകൾ ജെറുസലേമിൻ്റെ പൂഴിമണ്ണിനെ പിന്നെയും തൊടുന്ന ആ നേരത്ത് വഴികരികിലിരുന്ന കുരുടൻ്റെ ജീവിത വഴിയിൽ പ്രവേശിക്കുകയായിരുന്നു അത്ഭുതകരമായ പ്രകാശമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദിവ്യ വെളിച്ചം. മനുഷ്യൻ്റെ രാത്രിയിൽ പ്രഭാതമായി ഉദിച്ച വെളിച്ചം ഇന്ന് നിങ്ങൾക്ക് വെളിച്ചമായി, നിങ്ങൾ കരയുന്ന പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഉത്തരമായി നിങ്ങളുടെ ഭവനത്തിൻ്റെ അരികത്തേക്ക്, ജീവിതത്തിൻ്റെ അരികത്തേക്ക് കടന്നു വരികയാണ്. ഏത് അന്ധതകളും ഇന്ന് പകൽ പൊട്ടിമാറുന്നു. ഏത് ഉത്തരം കാണാൻ വയ്യാത്ത ജീവിത സാഹചര്യത്തിനകത്തും പ്രകാശമയമായ ഒരു തിരശ്ശീല മാറ്റി ഒരു ദൃശ്യം വെളിപ്പെടുന്നത് പോലെയുള്ളതായ ഒരു അത്ഭുതം പിറവികൊള്ളാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുകൾ നാളിതുവരെ എന്തിനേക്കോ തിരഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങൾ വ്യക്തമായി ചിലതിനെ കണ്ടുമുട്ടും. ചില കാര്യങ്ങളെ നിങ്ങൾ വ്യക്തമായി ഇന്ന് സ്വന്തമാക്കും. കാരണം ഈ മണ്ണിൽ, നിങ്ങൾ കാലുകുത്തിയിരിക്കുന്ന ഈ മണ്ണിൽ നിങ്ങൾക്ക് മറഞ്ഞു കിടന്ന ഒരു സൃഷ്ടിപരമായ അത്ഭുതത്തെ സ്പർശിച്ചുണർത്തി നിങ്ങളുടേതാക്കി തരാൻ തക്ക വിധം യേശു കടന്നു വരികയാണ്. ചിലരുടെ കാഴ്ചകൾ ഇന്ന് തുറക്കപ്പെടും. അന്ധമായ കണ്ണുകൾക്കകത്ത് ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുമ്പോൾ കാഴ്ച വരും. തിമിരങ്ങൾ മാറിപ്പോകും. ജന്മനാ ബ്ലൈൻഡായിരിക്കുന്നവരുടെ മേൽ പ്രകാശങ്ങൾ വരും. അരണ്ട കാഴ്ചകൾ മാത്രമുള്ളവർക്ക് അത്ഭുത കാഴ്ചകൾ ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിക്കും. മണ്ണിൽ മറഞ്ഞു കിടക്കുന്നത് വെളിപ്പെടും. നീ കാലുകുത്തിയിരിക്കുന്ന മണ്ണ്, നീ ജീവിക്കുന്ന ഭൂമി, നീ കാലുകുത്താൻ ആഗ്രഹിക്കുന്ന രാജ്യം, ഈ മണ്ണിൽ നിനക്കൊരു വിപ്ലവകരമായ അനുഗ്രഹത്തിൻ്റെ പുതിയ തുടക്കം യേശു തരാൻ പോവാണ്. ദൈവപ്രവൃത്തി ആരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ജീവദാതാവായ ദൈവമേ, പ്രകാശങ്ങളുടെ പ്രകാശമേ,
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും തേജസ് നൽകിയവനെ, മനുഷ്യൻ്റെ ആത്മാവിനെ പ്രകാശമയമാക്കിയ കരുണാമയനെ, മരണത്തിൻ്റെ കൂരിരുട്ടിനകത്തേക്ക് കയറി ചെന്നിട്ട് ഞങ്ങളുടെ ഭീതി മാറ്റി ഞങ്ങൾക്ക് നിത്യജീവൻ്റെ സൂര്യോദയം സമ്മാനിച്ച ഞങ്ങളുടെ പൊന്നു കർത്താവേ, നീയാണ് പ്രകാശങ്ങളുടെ പ്രകാശം, ലോകത്തിൻ്റെ വെളിച്ചം, ജീവൻ്റെ വെളിച്ചം, എൻ്റെ ധൈര്യം, എൻ്റെ പ്രത്യാശ, എൻ്റെ നീതിസൂര്യൻ, എൻ്റെ കർത്താവായ യേശുവേ അങ്ങാണ്. ഇന്ന് രാവിലെ ദൂത് കേട്ട എല്ലാവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ 100 സാഹചര്യങ്ങൾ ഇവരെ വേട്ടയാടുന്നുണ്ട്. ഇതിന് നടുവിൽ ഞാൻ പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, അനുഗ്രഹം വരട്ടെ, പ്രോസ്പിരിറ്റി വരട്ടെ, ഹീലിങ്ങുകൾ, യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പുനഃസ്ഥാപനം ചെയ്യപ്പെടട്ടെ. സന്തോഷമാക്കുന്നതിനായിട്ട് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ നേരമായിരിക്കുന്നു. ഞാൻ ഈ ദൈവാലോചനയുടെ ബാക്കി ഭാഗം നാളെ നിങ്ങളോട് പറയും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എനിക്ക് നൽകിയ വിലപ്പെട്ട കുറച്ച് മർമ്മങ്ങൾ എനിക്ക് ഇതിനകത്തുനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഇന്ന് പറയാമായിരുന്നു, പക്ഷേ അതിൻ്റെ എപ്പിസോഡിൻ്റെ ലെങ്ത് കൂടി പോകും. ഈ വരുന്ന വെള്ളി ഞായർ ദിവസങ്ങളിൽ കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധതകളെ എടുത്തു കളയുന്ന പ്രകാശമയമായ ശുശ്രൂഷകൾ നടക്കുന്നു. ഏത് കൂരിരുട്ടിൽ കിടക്കുന്നവരെയും ഞാൻ വിളിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്ന യേശു ഇവിടെയുണ്ട്. വരിക, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. വന്ന് അനുഗ്രഹങ്ങൾ നിങ്ങളുടേതാക്കി മടങ്ങിപ്പോവുക. ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.